ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ഹുക്സ് ണ്ടായിരുന്നല്ലേ? എന്താണ് ഹുക്സിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണ്, ക്ലാസ് കോമ്പോണൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മൾ ഓരോ ബിൽറ്റ് ഇൻ ഹുക്കിനെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തേത് യൂസ്റ്റേറ്റ് ഹുക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് റിയാക്ട് ബിൽറ്റ് ഇൻ ഹുക്കാണ്. ഇനി എന്താണ് യൂസ്റ്റേറ്റ് ഹുക്ക് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ ക്ലാസ് കോമ്പോണൻസിലായിരുന്നു സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഫങ്ഷണൽ കോമ്പോണൻസ് സ്റ്റേറ്റ്ലെസ് ആയിരുന്നു എന്നല്ലേ. ഇനി യൂസ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷണൽ കോമ്പോണൻസിലേക്ക് സ്റ്റേറ്റ് ആഡ് ചെയ്യാം. അവിടെ ക്ലാസ് കോമ്പോണൻസിലേക്കുള്ള ഒരു കൺവേർഷന്റെ ആവശ്യമില്ല. സിമ്പിൾ ഡെഫിനേഷനിൽ യൂസ്റ്റേറ്റ് ഹുക്ക് ഫങ്ഷണൽ കോമ്പോണൻസിൽ സ്റ്റേറ്റ് മാനേജ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ റിയാക്ടിന്റെ കൂടെ യൂസ്റ്റേറ്റിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ചെയ്യാൻ പോകുന്നത് യൂസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കിനെ കോൾ ചെയ്യുവാണ്. അതിനു മുന്നേ യൂസ്റ്റേറ്റ് ഹുക്കിന്റെ രണ്ട് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽ പറയാം. യൂസ്റ്റേറ്റ് ഹുക്ക് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അതിനൊരു റിട്ടേൺ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ കോമ്പോണൻസിൽ സ്റ്റേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ്റ്റേറ്റ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാവൂലേ, സ്റ്റേറ്റ് വേരിയബിളിലേക്ക് ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് യൂസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റേറ്റ് വേരിയബിളിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ്, യൂസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹുക്ക് രണ്ട് കാര്യങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ കൊടുത്ത ഇനിഷ്യൽ വാല്യൂവിന്റെ സ്റ്റേറ്റ് വേരിയബിൾ ഏതാണോ അത് സ്റ്റേറ്റ് വേരിയബിളും, രണ്ടാമത്തത് ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ, അതായത് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ അല്ലെങ്കിൽ റീഅസൈനോ എന്താണോ നെക്സ്റ്റ് ഈ സ്റ്റേറ്റ് വേരിയബിളിൽ ചെയ്യേണ്ടത് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ. അപ്പം യൂസ്റ്റേറ്റ് ഫംഗ്ഷൻ രണ്ട് കാര്യങ്ങളാണ് റിട്ടേൺ ചെയ്യുന്നത്, സ്റ്റേറ്റ് വേരിയബിളും സ്റ്റേറ്റ് അപ്ഡേഷൻ ഫംഗ്ഷനും. അത് രണ്ടും നമുക്ക് ഡിസ്റ്റിന്റ് ആയിട്ടുള്ള രണ്ട് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ECMA സ്ക്രിപ്റ്റ് 6ന്റെ EXS6ന്റെ അരേ ഡീസ്ട്രക്ചറിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു EXS6ന്റെ സിന്റാക്സ് പഠിച്ചു വെക്കണമെന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അരേ ഡീസ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ലേ, അരേസ്, ഒബ്ജക്ട്സ്, ഇതിലൊക്കെ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവില്ലേ. അപ്പൊ ഇതിനെ അൺപാക്ക് ചെയ്തിട്ട് ഡിസ്റ്റിന്റ് ആയിട്ടുള്ള വേരിയബിൾസിലേക്ക് ഈ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരേ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു അൺപാക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഫംഗ്ഷൻ രണ്ട് കാര്യങ്ങളാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന്. അത് രണ്ടെണ്ണം ഡിസ്റ്റിന്റ് ആയിട്ടുള്ള രണ്ട് വേരിയബിളിലേക്ക് ഞാൻ അസൈൻ ചെയ്യുവാണ്. റിട്ടേൺ ചെയ്യുന്ന ഫസ്റ്റ് പാരാമീറ്റർ സ്റ്റേറ്റ് വേരിയബിൾ ആണല്ലേ. സ്റ്റേറ്റ് വേരിയബിളിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് സ്റ്റേറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഞാൻ സെറ്റ് കൗണ്ട് എന്ന് സെറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുന്നു. ഈ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണോ ഒരു കീവേഡ് ഒന്നും അല്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്പർ, സെറ്റ് നമ്പർ, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കൗണ്ട്, സെറ്റ് കൗണ്ട് രണ്ട്, അപ്പൊ സ്റ്റേറ്റ് വേരിയബിളും സ്റ്റേറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനും യൂസ്റ്റേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത രണ്ട് കാര്യങ്ങൾ അരേ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്ത് അസൈൻ ചെയ്തു. നമ്മളിവിടെ ഒരു കൗണ്ടർ കോമ്പോണന്റ് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു പാരഗ്രാഫ് ടാഗ് ഈ സ്റ്റേറ്റ് വേരിയബിൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ഒരു ബട്ടൺ ഇംപ്ലിമെന്റ് ചെയ്യും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൗണ്ടർ സ്റ്റേറ്റ് വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അതാണെന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കൗണ്ടർ വേരിയബിളിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൗണ്ടർ വേരിയബിളിനെ സ്റ്റേറ്റ് വേരിയബിളിനെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് വേരിയബിളിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ വാല്യൂ 0 ആണ്. രണ്ടാമത് നമുക്കൊരു ബട്ടൺ വേണം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഓൺ ക്ലിക്ക് ഇവന്റ് ട്രിഗർ ചെയ്യണം. ഓൺ ക്ലിക്ക് ഇവന്റിൽ ഇൻക്രിമെന്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇവന്റ് ആട്രിബ്യൂട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണല്ലേ. ഇതിലാണ് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒരു 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ നിൽക്കുവാണല്ലേ. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓൺ ക്ലിക്ക് ഇവന്റിനെ ട്രിഗർ ചെയ്യും. ഓൺ ക്ലിക്ക് ഇവന്റ് ഇൻക്രിമെന്റ് ചെയ്യണം കൗണ്ട് വേരിയബിളിനെ 1ലേക്ക്. അടുത്ത ക്ലിക്കിൽ 1 + 1 2 3 4 അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യണം.
അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ് യൂസ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ സെറ്റ് കൗണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ് വേരിയബിളിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ കൗണ്ടിന്റെ എക്സിസ്റ്റിംഗ് വാല്യൂ +1 ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പൊ ഡീറ്റെയിൽ ആയി മനസ്സിലായില്ലേ? യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇനിഷ്യലൈസ് ചെയ്തു 0 ആയിട്ട്, അറേ ഡീസ്ട്രക്ചർ ചെയ്ത ഒരു വേരിയബിളും ഒരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു. ഇത് റിട്ടേൺ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ സ്റ്റേറ്റ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇന്റർഫേസിൽ പോയി നോക്കിയാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് കൗണ്ടർ ഫങ്ഷണൽ കോമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫങ്ഷണൽ കോമ്പോണന്റിലേക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയാ സ്റ്റേറ്റ് ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യം യൂസ് സ്റ്റേറ്റും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്തു. ഇനിഷ്യൽ വാല്യൂ സ്റ്റേറ്റ് വേരിയബിളിന്റെ 0 ആണ്. ഈ ഫംഗ്ഷൻ രണ്ട് കാര്യങ്ങളാണ് റിട്ടേൺ ചെയ്യുന്നത്. സ്റ്റേറ്റ് വേരിയബിളും സ്റ്റേറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനും. അത് രണ്ടെണ്ണം അരേ EXS ക്ലാസ് സിന്റാക്സ് അരേ ഡീസ്ട്രക്ചറും യൂസ് ചെയ്ത് കൗണ്ടും സെറ്റ് കൗണ്ടിലേക്ക് അസൈൻ ചെയ്തു. അഗൈൻ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്ത് കൗണ്ട് വേരിയബിളിനെ ഡിസ്പ്ലേ ചെയ്തു. ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓൺ ക്ലിക്ക് ഇവന്റിനെ ട്രിഗർ ചെയ്തു. ഓൺ ക്ലിക്ക് ഇവന്റിനെ കോൾ ചെയ്തു. ഓൺ ക്ലിക്ക് ഇവന്റ് ട്രിഗർ ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് കൗണ്ട് എന്ന് പറഞ്ഞ ഇവന്റ് ആട്രിബ്യൂട്ട് കോൾ ആവും. അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ആവും. യൂസ് സ്റ്റേറ്റ് മെത്തേഡിന്റെ സെറ്റ് കൗണ്ട് ഫംഗ്ഷൻ. ക്ലിയർ ആയില്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. യൂസ് സ്റ്റേറ്റ് ഹുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് അരയിലും ഒബ്ജക്ട്സിലും ഒക്കെ എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സജഷൻസ് കമന്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്